ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ബി റോൾ ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. സോ ബി റോൾ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എ റോളാണ്, ബട്ട് ഇപ്പോൾ കാണുന്നത് ബി റോളാണ്. എ റോളും ബി റോളും നമ്മുടെ ഡിഫറൻസ് മനസ്സിലായല്ലോ. സോ അപ്പം നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ബി റോൾ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് നമുക്ക് ആവാം. സോ നമുക്ക് 5 ടിപ്സ് ഞാൻ പറഞ്ഞു. ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ബി റോൾ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് പാർട്ട് വീഡിയോ നാളെ വരുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക. ഈ 2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഗൈസ് ബി റോൾ എന്ന് പറയുന്നത് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഉറപ്പാണ്, ഞാൻ 100% ഉറപ്പ് പറയുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് ബി റോൾ ഷൂട്ട് ചെയ്യാനായിട്ട് അറിയാം. ബി റോൾ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. സോ എനിക്ക് കുറേ ആവശ്യം റിസർച്ച് ചെയ്താണ് സോ ഈ സംഭവം എന്താണ്, സോ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും, സൂപ്പറായിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പഠിച്ചത്. എനിക്കറിയാവുന്ന ഫുൾ കാര്യങ്ങളും 2 പാർട്ടിൽ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ. സോ നിങ്ങളിപ്പോൾ മാക്സിമം ഇരുന്ന ഒരു വീഡിയോ കാണാനായിട്ട് നോക്കുക. ബി റോൾ എന്ന് പറയുന്ന സാധനം സിമ്പിൾ ആൻഡ് ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോൾ നമുക്ക് നേരെ ടിപ്പ് നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷനാണ്. സോ നിങ്ങൾ ഏതൊരു വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ സോ സ്റ്റെബിലൈസേഷൻ ഇല്ല, അതായത് സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ സോ നിങ്ങളുടെ വീഡിയോ പക്കാ ബോറായിരിക്കും. മാക്സിമം നിങ്ങൾ സ്റ്റേബിൾ ആക്കാനായിട്ട് നോക്കുക. എക്സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മാക്സിമം ജെർക്കൊക്കെ ഉണ്ട്. സോ നമ്മൾ സ്റ്റേബിൾ അല്ല ഈ ഒരു വീഡിയോ. ബട്ട് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റേബിളാണ്, കാണാൻ കുറച്ചുകൂടെ ഒരു രസമുണ്ട് മറ്റേതിനേക്കാൾ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റേബിളായിട്ട് വെക്കുക. നിങ്ങളുടെ വീഡിയോക്ക് സ്റ്റെബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ആർക്കും അത് ഇഷ്ടപ്പെടില്ല. സോ നിങ്ങൾ മാക്സിമം സ്റ്റേബിളായിട്ട് തന്നെ പിടിച്ചെടുക്കാനായിട്ട് നോക്കും. രണ്ടാമത്തെ ടിപ്പ് നോക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്വിച്ച് ടു മാനുവൽ മോഡ്. അപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാനുവൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് നിങ്ങൾ ബി റോൾ എടുക്കാനായിട്ട് നോക്കുക. സോ എന്നാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ബി റോൾ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ മാനുവൽ മോഡ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് തോന്നിയ രീതിയിലാണ് ഷട്ടർ സ്പീഡും ISOയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ബട്ട് നിങ്ങൾ മാനുവൽ മോഡിൽ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് എടുക്കാനായിട്ട് പറ്റും. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ബാലൻസ് നമ്മുടെ ഇഷ്ടത്തിന് ഡയറക്റ്റ് ഒരു മൂടിയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് മൂടിയായിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ മാക്സിമം അങ്ങനെ ചെയ്യാനായിട്ട് നോക്കും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ ലൈറ്റിംഗ് ആണ്. സോ നിങ്ങൾ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ക് ഓഫ് എനി വീഡിയോ ആൻഡ് എനി ഫോട്ടോ ലൈറ്റിംഗ് ആണ്. സോ ലൈറ്റിനെയാണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ ലൈറ്റ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളെ ലൈറ്റ് ഡയറക്റ്റ് ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് എടുക്കാതിരിക്കുക. ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ച് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ ഇരിക്കും, പരന്നിരിക്കും. ബട്ട് നിങ്ങളൊരു ആംഗിളിൽ നിന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്ക് ജസ്റ്റ് ഒരു ലൈഫ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു രസമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നാലാമത്തെ ടിപ്പ് നോക്കാം ഗൈസ്. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സോ നിങ്ങൾ മൂവ്മെൻറ്റ്, നിങ്ങൾ വീഡിയോസിൽ, അതായത് നിങ്ങൾ എടുക്കുന്ന വീഡിയോസിൽ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നോക്കുക. അതായത് നിങ്ങളിങ്ങനെ ഇത് ഇപ്പം കാണുന്ന പോലെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ഇതാ ഇങ്ങനെ കണ്ട ക്രേസി ആയിട്ടുള്ള കുറച്ച് കിഡിലെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾ ഓരോരോ മൂവ്മെൻറ്റ്സ് ട്രൈ ചെയ്ത് നല്ല നല്ല മൂവ്മെൻറ്റ്സ് കണ്ടെത്തുക. അതൊക്കെ നിങ്ങൾ വീഡിയോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. സോ അത് സൂപ്പറായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങളൊരു പ്ലെയിൻ ഒരു വീഡിയോ ഇരിക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു മൂവ്മെൻറ്റോടെ വന്നു കഴിയുമ്പോൾ വീഡിയോ വേറെ ലെവലായിട്ട് തന്നെ മാറും. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് മൂവ്മെൻറ്റ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടുണ്ട്, ബട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ ആ ഒരു വീഡിയോ എടുത്തത് ഈ മൂലയ്ക്ക് നമുക്കിടാം, അങ്ങനെ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സൂപ്പറായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു, കിട്ടില്ല വീഡിയോ, ബട്ട് അതിൻ്റെ ഓഡിയോ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാശിന് ആ ഒരു വീഡിയോ കൊള്ളില്ല. സോ ഓഡിയോ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, വിചാരിക്കുന്ന പോലെയല്ല. സോ നമുക്ക് എന്താണ് സൂപ്പറായിട്ടുള്ള ഓഡിയോസ് പല വെബ്സൈറ്റുകളിൽ നിന്നും കിട്ടും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. സോ നമ്മൾ വേണമെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ 1-2 വെബ്സൈറ്റിൻ്റെ സൂപ്പർ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സൂപ്പർ മ്യൂസിക്സ് ആണ്, നല്ല മ്യൂസിക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. വെബ്സൈറ്റ് നല്ല മ്യൂസിക്സ് ആണ് നടക്കുന്നത്. നിങ്ങൾ നല്ല മ്യൂസിക് വെച്ചിട്ട് നിങ്ങളുടെ ബി റോള് ചെയ്യാനായിട്ട് നോക്കുക. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഒരു നല്ല മ്യൂസിക് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബീറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുക. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോട്ട്, അതായത്
സോ ആ ഷോട്ട് എടുത്തില്ലല്ലോ, ഈ ഷോട്ട് എടുത്തില്ലല്ലോ, സോ ഇവിടെ ഇത് മാച്ച് ആകുന്നില്ലല്ലോ, സോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല. നിങ്ങൾ അങ്ങനെ ആ ഷോട്ട് പ്ലാൻ ചെയ്യുന്നതോടെ ജസ്റ്റ് നിങ്ങൾ എഴുതിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ, നോട്ട് ചെയ്തോടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ നെക്സ്റ്റ് പോയിന്റിലോട്ട് കിടക്കാം ഗൈസ്. അപ്പം നമ്മുടെ ഒരു ബോണസ് ടിപ്പ് വരെയാണ്. സോ നമ്മുടെ ലാസ്റ്റ് ടിപ്പാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് ലീസ്റ്റ്. ഓക്കെ, നമ്മുടെ നാളത്തെ, അതായത് നാളെ വരാൻ പോണ വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക ഗൈസ്, കാണാതെ പോകരുത്. കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, സോ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് അറിവുകളും കാരണം ഈ ബി-റോൾ എന്താണ്, അതുപോലെ തന്നെ ബി-റോളിനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് തരുന്നത്. ബട്ട് നാളത്തെ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളൊരു പ്രൊഫഷണൽ ബി-റോൾ മേക്കർ ആവുന്നതാണ്. സോ നിങ്ങൾ ജസ്റ്റ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ഈ ഒരു ടിപ്പും കൂടെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ലാസ്റ്റ് ടിപ്പ്. നമുക്ക് നോക്കാം. സോ ബട്ട് ഇറ്റ് നോട്ട് ലീസ്റ്റ്. ഓക്കെ, ആ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഏതൊരു വീഡിയോ ആകട്ടെ, ഏതൊരു ഫോട്ടോ ആകട്ടെ, എന്ത് ചെയ്താലും ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദി എനി വീഡിയോ ഓഫ് ഫോട്ടോ. നിങ്ങൾ ഏതൊരു വീഡിയോ എടുത്താലും ഏതൊരു ഫോട്ടോ എടുത്താലും സോ എൻ്റെ മെയിൻ ഒരു ഘടകം തന്നെയാണ് സോ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒരു കൂറ ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് 2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ചാളമായി കിടക്കുകയാണ്. ബട്ട് ഇത് നോക്കിയേ, കുറച്ചുകൂടെ മിനിമലാണ്, കുറച്ചുകൂടെ ക്ലീനാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾ മിനിമൽ ആൻഡ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്സ് യൂസ് ചെയ്യുക. സോ സൂപ്പറായിരിക്കും, കിഡിലൻ വീഡിയോസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നല്ല മിനിമൽ ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എന്താണ് പ്ലെയിൻ ബേസിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് ട്രിക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ക്ലീൻ, അതായത് നമ്മളിപ്പോൾ ടേബിൾ ടോപ്പിൻ്റെ പുറത്ത് വെച്ചൊക്കെയാണ് നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പ്രൊഡക്റ്റുകൾ മാറുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഓരോ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഷൂട്ട് ചെയ്യാം. വെറും 20 രൂപയുടെ കാര്യമേ ഉള്ളൂ. സോ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതെന്താണെന്നും കൂടെ പറഞ്ഞുതരാം. സോ നിങ്ങൾ മിസ് ചെയ്യരുത്. അതാണ് എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിലോട്ടും കൂടെ കുറച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ടിപ്പ് കേട്ട ഗൈസ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇതേ വീഡിയോയുടെ ലെവലേ മാറും ഗൈസ്. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇതാ അവിടം വരെ എത്തും. അമ്മാരി ട്രിക്കുകളാണ് നമ്മളിനി പറയുന്നത് ഇത് നെക്സ്റ്റ് പാർട്ടിൽ. സോ നിങ്ങൾ ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ. സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇത്രയും നിങ്ങൾക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഒന്ന് ഷെയർ ചെയ്യുക. സോ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഷെയറിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് കുറേ ആൾക്കാരോട്ട് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ വരെ കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ അബി. ബൈ.